ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ബൈ അറ്റ. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? അപ്പൊ ഞാൻ റെഡി ആയിട്ട് ഞാൻ ചെറിയൊരു ട്രിപ്പ് പോവാണേ. ഞാൻ എവിടെ എത്തി എന്നൊക്കെ അങ്ങനെയല്ല, ഞാൻ എവിടെ എത്തി, എങ്ങോട്ടാ പോകുന്നേ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൃത്യം ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്കും ഇറങ്ങി. കുട്ടിന്റെ ഫ്രണ്ട് ആഷില് കൂട്ടാനൊക്കെ വന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്നറിയോ? ഞാൻ പറയാം, ജയ്പൂരിലേക്കാണ്, രാജസ്ഥാൻ. സത്യം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്രിപ്പാണ് കേട്ടോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സീറ്റ് കൺഫേം അല്ല, RAC ആണ്. എനിവേ അപ്പം ട്രെയിനിൽ കയറിയിട്ട് കാണാം. ബൈ. ഹലോ ഗായ്സ്, ഞാൻ ട്രെയിനിൽ കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ. താഴെയാണ് സീറ്റ്. ഞങ്ങൾക്ക് 2 സീറ്റും ഉണ്ട്, പക്ഷേ RAC ആണ്. RAC ഒരു സീറ്റ്, എന്റെ സീറ്റ്. അപ്പൊ അതൊരു ബോയ് ആയതുകൊണ്ട് കുട്ടൻ അങ്ങോട്ട് പോയി. ഞാനിവിടെ പൊക്കത്ത് കയറിയിരിക്കുക. ശരിക്കും എനിക്ക് മിഡിൽ ബർത്താ കിട്ടിയത്. നല്ല തിരക്ക ട്രെയിൻ കാണിച്ചില്ല. കണ്ടാ ജനറലായിട്ട് തോന്നുമെങ്കിലും ഇത് സ്ലീപ്പർ കോച്ചാണ്. കണ്ടാ പറയത്തില്ല. അതുകൊണ്ടല്ലേ ഈ ലൈറ്റിങ് ഇങ്ങനെ. പിറ്റേന്ന് ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോ നമ്മൾ പനവേൽ എത്തി കേട്ടോ. പനവേൽ ടു ബാന്ദ്ര. ബാന്ദ്രയിലാണ് നമുക്ക് ജയ്പൂരിലുള്ള ട്രെയിൻ. ഇപ്പൊ നമ്മൾ പോകുന്നത് വഡാല ജംഗ്ഷനിൽ നിന്ന് ബാന്ദ്ര സ്റ്റേഷനിലേക്കാണ്. കാരണം പനവേൽ ടു ബാന്ദ്ര ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അപ്പം ബാന്ദ്ര എത്തട്ടെ. അപ്പൊ ഞാന് ഇവിടെ ബാന്ദ്രയിലെത്തി. ഞങ്ങളുടെ അടുത്ത ജയ്പൂർക്ക് ബാന്ദ്രയിലാണ് കയറുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതാണ് ഈ ഒരു കലമല്ലേ തന്നെ, ബക്കറ്റ് ദാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ സാധനമാണ് ഡാൽ ഫ്രൈയും ചപ്പാത്തി. എടുക്കുക, ഒഴിക്കുക, ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ കഴിച്ചിട്ട് വരാട്ടോ. ഗായ്സ്, അപ്പം നമ്മളിവിടെ ബാന്ദ്ര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കിനി 3/4 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങളിങ്ങനെ ബോറടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പിമ്പിള് വന്നു. ട്രാവൽ ചെയ്തൊരു പിമ്പിള് നിർബന്ധം. എവിടെയാടാ? നീ പോണോ? ഇവിടെ അല്ലേ, ഇനിയും പോണം. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം ഇപ്പോൾ 8:30. നല്ല ടയർഡായിട്ടോ. ഇനി വീണ്ടും നാളെ വൈകുന്നേരം വരെ ഇനി വീണ്ടും ട്രെയിനിലിരിക്കണം. ഇതാണാവൂലാത്തത്. ഒരുപാട് നടക്കണം. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ജയ്പൂർ ട്രെയിനിലൊക്കെ കയറി ഉറങ്ങി എണീറ്റ് പിറ്റേ ദിവസമായി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മള് രാവിലെ ഇവിടേക്ക് എത്തി. ഇവിടെ പോകുന്നവര് നമുക്ക് കുറച്ച് ഫുഡൊക്കെ തന്നു. അതൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ അഭിനയിച്ചു. കളഞ്ഞു, ഇഷ്ടമായില്ലാത്തതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അത്ര ഉറങ്ങിയില്ല. പിമ്പിള് വലുതായി. നല്ല രസമായിട്ട് ഇവിടെ കാണാന്. കുറെ നേരം നോക്കി നിന്നു. ഗൈസ്, നമ്മൾ ഇന്ന് വൈകിട്ട് 6:45 എത്തും. ഫുഡൊക്കെ ഞങ്ങൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇപ്പം വരുള്ളൂ. വാങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സിനൊക്കെ കിട്ടിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അടുപ്പിച്ച് 2 ദിവസമൊക്കെ ട്രെയിനിലിരിക്കുന്നത്. അയ്യോ. പിന്നെ AC ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇങ്ങനെയൊക്കെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പൊ നമ്മളിവിടെ ജയ്പൂർ എത്തി. അവിടെ നിന്ന് കിട്ടിയ 2 ഫ്രണ്ട്സാണ്. ഹായ് പറയൂ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയ 2 ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഭയങ്കര ക്ലോസ് ആയി പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മുടെ ത്രൂ ഔട്ട് ദ ജേണി ഇവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. നല്ല തണുപ്പ്. റൂം എടുത്തിട്ട് കാണാട്ടോ. സത്യം പറയാതെ ഇവിടെ നല്ല തണുപ്പായിരുന്നു. അമ്മേ, ശരിക്കും എനിക്ക് തണുപ്പ് വേണ്ട. ഞാനും കുട്ടനും കൂടെ ഞങ്ങൾ റൂം തപ്പാൻ വേണ്ടി പോയി. അതിന്റെ സമയം അവര് എന്തോ ട്രെയിനിന് വേണ്ടിയിട്ട് അവരവിടെ തന്നെ നിന്നു. ഞാനിവിടെ വഴിയിലിരിക്കുകയാണ്. റൂമൊന്നും കിട്ടുന്നില്ല. 24 hour റൂം. പക്ഷേ 1000 rupees പറഞ്ഞാലും ഭയങ്കര എന്താ പറയാ, വൃത്തികെട്ട റൂംസാണ്. അപ്പം സേഫ്റ്റി എല്ലാം നോക്കാൻ വേണ്ടി ഞാനിവിടെ വഴിക്കോണിലിരുന്ന് കുട്ട റൂം നോക്കാൻ പോയേക്കുവാണ്. നല്ല ടയർഡായി. നല്ല റൂം കിട്ടിയാലേ ഫ്രഷ് ആവാൻ പറ്റുള്ളൂ. റൂമൊക്കെ സെറ്റായി. കുറേ നോക്കി അത്യാവശ്യം വൃത്തിയുള്ളൊരു, ഈ ഒരു ഏരിയയിൽ വൃത്തിയുള്ള ഒരു റൂം കിട്ടി. ഇനി പെട്ടെന്ന് ഫ്രഷായി സെറ്റ് ആവണം. എന്നിട്ട് കാണാം. ബൈ. അപ്പൊ ഞങ്ങള് ഫ്രഷായി. ഞാൻ ഫ്രഷ് ആയില്ല, ഭയങ്കര തണുപ്പാ. വന്നിട്ട് ഫ്രഷ് ആവാൻ വിചാരിച്ചപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി
ഒരു ജാക്കറ്റ് വാങ്ങണം. സോ പോയിട്ട് വരാം. സ്പേസ് ഇല്ല, അതുകൊണ്ട് എത്ര എടുക്കാൻ പറ്റുമെന്ന് കർത്താവിനറിയാം. കൂട്ടാൻ നോക്കൂ. നല്ല തണുപ്പാണ് ഇവിടെ. ജാക്കറ്റ് തപ്പി പോവാ. ഏറെക്കുറെ ഞങ്ങൾ 2-3 കിലോമീറ്റർ നടന്ന് മടുത്ത് ഞങ്ങൾ നിർത്തിയ പരിപാടി. ഹായ് ഗൈസ്, ഞങ്ങൾ തെണ്ടി അടുത്ത് കട തപ്പി ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താ ഓർഡർ ചെയ്യുന്നതെന്ന്. ഇഷ്ടമാണ്. പ്രത്യേകതരം ഡിഷ്, പ്രത്യേകതരം ജീവിതമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഞങ്ങള് കൊറേ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോ ഫുഡൊക്കെ വന്നു. പക്ഷെ ചായ ഒക്കെ തീർന്നു കേട്ടോ, കാരണം രാത്രി 10 ആയേ. അപ്പൊ നമ്മള് കഴിക്കട്ടെ. ചായ കുടിക്കാത്തതിന്റെ സങ്കടം തീർക്കാൻ ഞങ്ങൾ തപ്പി തെണ്ടി ഞങ്ങൾ ചായ സ്പോട്ട് കണ്ടുപിടിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് റെഡി ആയിട്ട് ഒന്ന് പുറത്തോട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അതുപോലെ രാവിലെ ജയ്പൂര് കാണണം. സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല, കാരണം ഇപ്പം 8 മണി, കാരണം പറ്റില്ല. ഹൈറ്റ തണുപ്പാണ്, പൊന്താൻ പോലും തോന്നില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ എണീറ്റ് കണ്ടു. ഇതൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിലേക്കൂടെ ജീവിക്കാൻ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ചിന്തിക്കാൻ മേല. ഇവിടെ ഇങ്ങനെയാണ്. കാശ്മീരൊക്കെ എങ്ങനെയായിരിക്കും അപ്പം? ഈ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇടാഞ്ഞത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ. നല്ല വെയിലും കാറ്റും ഉണ്ടെങ്കിലും സത്യം പറയാലോ നല്ല തണുപ്പാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി വണ്ടിയൊക്കെ റെന്റിനെടുത്തു. കാരണം ഇവിടെ കറങ്ങണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മൾ 2 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്നതിനൊക്കെ ബെറ്റർ എന്ന് തോന്നുന്നു. സോ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കാണാം. ഞങ്ങൾ എങ്ങോട്ട് ഇല്ലാണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും വെയിലുണ്ടെങ്കിലും സത്യം പറയാലോ നല്ല തണുപ്പാ. നല്ല തണുപ്പാണ്. മൂക്കൊക്കെ അടഞ്ഞു. അയ്യോ, വെയിൽ കാണുന്നതാണ് ഒരാശ്വാസം. എക്സ്പ്ലോറിംഗ് ജയ്പൂർ, ട്രാഫിക്, മിഡിൽ ഓഫ് ട്രാഫിക്. നമ്മൾ പെട്ടു. ഞങ്ങൾ താണ്ട് ഇതിലെ കൂടെ തെണ്ടി മടുത്ത് ഞങ്ങൾ ബ്ലോക്കുകളിൽ കൂടി ഇങ്ങനെ ടൗണിൽ കൂടി നടക്കും. അതാണ് ഹവാമഹൽ ഓർ പിങ്ക് സിറ്റി ഓർ സിറ്റി പാലസ്, ഇത് ഏതൊന്നാണ്. കേസ് ഞങ്ങൾ ഇവിടെ ഒക്കെ പോകണം ഡ്രസ്സ് മാറിയിട്ട്. കുറെ നേരം ഇവർ പുറകിലെങ്ങനായിരുന്നു, ഇവരെ കാണുന്നില്ലായിരുന്നു. കണ്ടു കിട്ടി. ഗൈസ്, എന്നെ കണ്ടിട്ട് ഞെട്ടണ്ട. ഞങ്ങൾ തണുപ്പ് കാരണം ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ എത്തിയിട്ട് നമ്മള് ഫുൾ ഫിറ്റ് സെറ്റ് ചെയ്യാം. ഞങ്ങൾ എവിടേക്കാ പോകുന്ന അറിയാം? ഇപ്പൊ ഹവാമഹൽ. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഞാൻ തന്നെയാണിത് സംഭവം. കാറ്റടിക്കാണ്ടിരിക്കാൻ, ഹെൽമെറ്റ് വെക്കാൻ പോകാണ്ടിരിക്കാൻ ഞാൻ ഷോൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ചൂസ്. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങോട്ടേക്ക് ഞാനായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്തത്. At Choti Chopar, take the second exit onto Tripolia Bazaar. മതി. വൈഡാങ്കിളുടെ അകത്തി പിടിക്കണം. വൈഡാങ്കിളാണിത്. ഞങ്ങൾ അങ്ങനെ ഹവാമഹൽ എത്തി. നല്ല ബ്ലോക്ക്, നല്ല തിരക്ക്. തണുപ്പ് കുറച്ച് കുറവുണ്ട്, പക്ഷെ സ്റ്റിൽ തണുപ്പുണ്ട്. ഭയങ്കര ട്രാഫിക്കാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടുള്ള പൊക്കോണ്ടിരിക്കുകയാണ്. സോ അവിടെ എത്തിയിട്ട് കാണാം ഹവാമഹൽ. ഞങ്ങളുടെ കൂട്ടത്തില് ഇവരുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സ്റ്റോറേജ് സ്പേസ് ഭയങ്കര കുറവ്, പിന്നെ ഭയങ്കര തിരക്ക്. പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല മടുപ്പ്, ചെറിയ വെയിലായി തുടങ്ങി. പക്ഷെ തണുപ്പ് ഉണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അമ്മേ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവൻ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടി പാർക്ക് ചെയ്തോടത്തോട്ട് എത്തിപ്പെടാൻ തന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. ഇതെല്ലാം എൻ്റെ വീഡിയോസിനുള്ള പ്രഹസനമാണ് ഗൈസ്. നല്ല ടയർഡായിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല, പെട്ടെന്ന് മടുത്തു പോവാ. ഇങ്ങനെയാണ് ജയ്പൂരിലെ ചായ. തലവേദന എടുത്ത് ഗതി കെട്ടു. ഒരു നിവർത്തിയില്ലാണ്ട് നമ്മളിത് കുടിക്കേണ്ടി വന്നു. എനിക്ക് ചായ എവിടെ പോയാലും വേണം. ഞാൻ കുടിച്ചൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ നൈറ്റ് കാണുമ്പോഴാണ് ഇങ്ങനെയായിരുന്നു ശരിക്കും എനിക്ക് മനസ്സിലായത്. തലവേദന എടുത്ത് പകുതിയും കണ്ടില്ലായിരുന്നു. അയ്യോ ഗൈസ്, ഇവിടെ നല്ല ബ്ലോക്കാണ്. സത്യം പറയാലോ, നമ്മള് ഇവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ എത്തിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 4-4:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും ഡിലേ ആയി. കാരണം നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിലും 2-3 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ബ്ലോക്കും വണ്ടി പാർക്കിങ്ങും പിന്നെ അവിടെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആവാമകര കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ നഹാഗർ ഫോർട്ടോ അവിടേക്ക് പോവാണ്. അവിടെ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ദിവസമൊന്നും പോരാ, ഒരു 1 വീക്ക് വേണം. അതിൽ തന്നെ ജയ്പൂർ മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണം ഒരു 3 ഡേയ്സും മിനിമം. എങ്കിൽ മാത്രമേ ഈ തിരക്കും എല്ലാം വിട്ട് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബിൽഡിങ്ങിൻ്റെ പൊക്കത്തൊക്കെയാണ്. ഇത് റെൻ്റൽ ഷോപ്പാണ് കേട്ടോ വെഡ്ഡിങ്ങിനുള്ള. ഇവിടെ മൂന്നാറും ഇടുക്കിയും വയനാട് ചുരത്തിലൊക്കെയാണ് കുരങ്ങ്. ഇവിടെ പബ്ലിക് റോഡിലാണ് കുരങ്ങ്. ഇത്രയും ബ്ലോക്കിനിടയിലും കുരങ്ങുകൾ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും കുരങ്ങുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് സത്യത്തിൽ ആംബർ ഫോർട്ട്. നമ്മൾ നഗാഹർ ഫോർട്ടിൽ പോകാൻ പോയി നമ്മളെ കയറ്റി വിട്ടില്ല. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി ലാസ്റ്റ് എത്തിയത് ഇവിടെയാണ്. നല്ല വ്യൂ നമ്മൾ കണ്ട് കുറേ നേരം അവിടെ നിന്നായിരുന്നു. ആണ് കേട്ടോ ജയ്പൂരിൻ്റെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. എന്താ പറയുക, ബ്ലോക്ക് ഉണ്ട്, പക്ഷെ ഒരു നൈറ്റ് ഒരു 10-11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്ക് കുറവാണ്. പിന്നെ എന്താ, പക്ഷെ ഷോപ്സും ഒക്കെ ക്ലോസ്ഡ് ആവാനായി. സത്യത്തിൽ ജയ്പൂരിനൊരു 4 ഫേസ് ഉണ്ട് കേട്ടോ. ലക്ഷറി, അൾട്രാ ലക്ഷറി, അൾട്രാ വില്ലേജ്. ഞാനെന്ന് പറയാൻ കാരണം ഓരോ ഏരിയ കൂടെ പോകുമ്പോഴത്തേക്കും പല ടൈപ്പ് ഏരിയാസ് ആണ്. നമ്മളെന്താ പറയുക, ഒന്നിനെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല. ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പേരറിയാത്തൊരു കുളത്തിൻ്റെ സൈഡിലാണ്. ജസ്റ്റ് ലൈക്ക് മറൈൻ ഡ്രൈവ്. നല്ല സൗണ്ടൊക്കെ അടഞ്ഞു. അവർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. സോ ഞങ്ങളിങ്ങനെ വെറുതെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നഹാഗർ ഫോർട്ട് പോകാൻ വേണ്ടി തന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എൻട്രി കിട്ടിയില്ല. ഞങ്ങൾ 10:50 എത്തിയപ്പോൾ അവർ ഞങ്ങളെ കടത്തി വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയി. പിന്നെ ഒരു ഉള്ളിൽ കൂടെ ഒക്കെ പോയി പിന്നെ പേടിച്ച് ഒരു ചുരം പോലെയൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ആംബർ ഫോർട്ടാണോ എന്തോ ഒരു ഫോർട്ടിൻ്റെ എവിടെയോ എത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ തണുപ്പത്തോടെ വണ്ടി ഓടിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളിത് കാണുന്നത്. അടിപൊളിയാട്ടോ. എനിക്ക് എന്താ പറയുക, ട്രിവാൻഡ്രം മാനവീയത്തിൻ്റെ പകുതി, മുംബൈ മറൈൻ ഡ്രൈവിൻ്റെ പകുതി, കോഴിക്കോട് ബീച്ചിൻ്റെ പകുതി, അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു മിക്സ്ഡ് വൈബാണ് ഫീൽ ചെയ്തത്. പക്ഷേ കൊള്ളാം കേട്ടോ, ക്ലിയർ ഇല്ല, സൗണ്ടൊക്കെ പോയി, ചുണ്ടൊക്കെ പൊട്ടി, എത്ര ലിബാൻ വേണ്ടിയിട്ടു. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ ബൈ. ഇതാണ് മോമോസ്. ജയ്പൂരിലെ മോമോസ് ഞങ്ങൾ അവിടെ പോയി തെണ്ടി തിരിഞ്ഞ് വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറി. എന്റെ സ്പേസ് തീരുമല്ല നിർത്താവേ. ഞാൻ ഇവിടെ പൂന്നുള്ള സൗണ്ട് കൊടുത്തോളാം. ഗൈസ്, ഒരു മാമോസോ നീ മറ്റേ എടുത്ത് കഴിച്ചോ. ഇതാണ് മോമോസ്. റോഡില് ചായ നോക്കി വന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ മോമോസ് കഴിച്ചു. ചായ ഉണ്ട് ഇവിടെ, ചായ ഉണ്ട്. ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലെത്തി. നമ്മളെല്ലാവരും കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം വന്ന് മൊമോസും കഴിച്ചിരുന്നു. പക്ഷേ നൈറ്റ് ആയ റൂമിൽ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും അന്ന് നൈറ്റ് അവിടെ അടുത്ത് തന്നെയായിരുന്നു ആൽബർട്ട് ഹാൾ. അപ്പം അവിടെ പോയി. അത് നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. നൈറ്റ് വ്യൂ അടിപൊളി. ആക്ച്വലി ഇതൊരു മ്യൂസിയം, അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി നമ്മൾ ടയർഡായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഉള്ളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല എൻട്രി ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഇതൊന്നും ക്ലിയർ ആവത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വീണ്ടും തിരിച്ചു പോയി കേട്ടോ. ഹായ്. അപ്പം ഇന്നലെ നമ്മൾ അങ്ങനെ നേരെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് പിറ്റേന്ന് നമ്മൾ ഇന്നലെ വഴിതെറ്റി വന്ന് അവിടേക്ക് പകല് പോവാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആംബർ ഫോർട്ടിലാണ്.
അയ്യോ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നമ്മൾ കാണേണ്ട തന്നെയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ജയ്പൂരിന്റെ വേറൊരു മുഖമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഏരിയ. അടിപൊളി ഏരിയ അല്ലേ. എടുക്കാനുണ്ടായിരുന്നു പക്ഷെ ഇത്ര എടുക്കാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.